ನಮ್ಮೂರು ಬೆಂಗಳೂರು, ನಮ್ಮೂರು ಬೆಂಗಳൂರು, നമ്മൂരു ബാംഗ്ലൂരു. അപ്പം മറ്റൊന്നുമല്ല, ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. ഇപ്പം ജോലി തിരക്കുകളിൽ നിന്നൊക്കെ ഒരു 3 ദിവസം മാറ്റി വെച്ച് ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട്. വെൽക്കം യു ഓൾ വൺസ് അഗെയിൻ ടു ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. ഞാനിപ്പോൾ ഷൊർണൂർ 5ാം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. 7ാം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ ട്രെയിന് കഴിഞ്ഞ മാസം മുതൽ കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മാത്രം വന്ദേ ഭാരത് അല്ല, ഇപ്പോൾ കേരളത്തിൻ്റെയും കർണാടകയുടെയും ചേർന്നിട്ടാണ് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത്. ഏതാണ്ട് 15 മിനിറ്റോളം ഡിലേ ആയിട്ട് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിലേക്ക്. എല്ലാ ദിവസവും വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഡെയിലി സർവീസുള്ള ബാംഗ്ലൂർ വണ്ടിയാണ്. ബാംഗ്ലൂരിലെ യശ്വന്തപുരം വരെ പോകുന്ന കണ്ണൂർ യശ്വന്തപൂർ എക്സ്പ്രസ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ഏതെങ്കിലും കാഴ്ചകളൊന്നുമില്ല. അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നമുക്ക് രാവിലെ കാണാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ധർമ്മപുരി എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലുള്ള ധർമ്മപുരി. ഞാനിപ്പോൾ തന്നെ എണീറ്റുള്ളൂ. ഹൊസൂർ എത്തിയെന്ന് വിചാരിച്ചിട്ട് എണീറ്റതാണ്. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൊസൂർ ഇറങ്ങാൻ പോവുകയാണ്. കാരണം ഞാനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് രേവന്തിൻ്റെ വീട്ടിലേക്കാണ്. രേവന്തിൻ്റെ വീടുള്ളത് ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. സോ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ സിറ്റി പോയിട്ട് തിരിച്ചു വരുന്നതിനേക്കാളും നല്ലത് ഹൊസൂരിൽ ഇറങ്ങിയിട്ട് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോകുന്നതാണ്. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. അങ്ങനെ ഹൊസൂർ നമ്മുടെ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ലേറ്റായി. 5 മണിക്കൂടെ എത്തേണ്ട ട്രെയിൻ 6 മണിയായി എത്തിയപ്പോൾ. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൊസൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്തുള്ള കുഡ്ലു ഗേറ്റിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിൽ പെട്ട ഹൊസൂർ എന്ന സിറ്റി ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 300+ കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് ലോറികൾ കിടപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി ആയിട്ടുള്ള അശോക് ലെയ്ലാൻഡിൻ്റെ വലിയൊരു യൂണിറ്റ് ഹൊസൂരിലുണ്ട്. റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പ് തന്നെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം കയറാം. ഇവിടെ ബസ് ചാർജൊക്കെ വളരെ കുറവാണ്, 10 രൂപയുള്ളൂ കേട്ടോ. ഏതാണ്ട് 4 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഹൊസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഔട്ടറിൽ ഇറങ്ങി. ഇവിടെ ഒരുപാട് പൂക്കച്ചവടക്കാരെ കാണാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊസൂരിൻ്റെ അടുത്തുള്ള വില്ലേജസിലൊക്കെ തന്നെ ഫ്ലവർ കൾട്ടിവേഷനാണ് മെയിൻ ബിസിനസ്. ഓണത്തിനൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പൂക്കൾ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ബാംഗ്ലൂർക്ക് പോകാനുള്ള സാരിഗ ബസ് പിടിക്കാം. ഒരുപാട് തമിഴ്നാട് ബസ്സുകൾ സേലം ടു ബാംഗ്ലൂർ ഓടുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിന് മേലെ കൂടെ പോകുന്ന ബസ്സുകളാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിൽക്ക് ബോർഡ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഫ്ലൈ ഓവറിന് താഴെ കൂടെ പോണ ബസ് കാത്തു നിൽക്കാം. എന്നാലേ കുഡ്ലു ഗേറ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ബസ് കിട്ടി. എനിക്ക് ഡ്രൈവറുടെ തൊട്ട് പുറകിലത്തെ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഷൂട്ട് ചെയ്യാലോ. ഇവിടെയൊക്കെ മെട്രോ വർക്ക്സ് ഒരുവിധം കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഓടി തുടങ്ങിയിട്ടില്ല. ഇവിടെയും കൂടി മെട്രോ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയുടെ ട്രാഫിക് കൺജഷൻസ് ഒരുവിധം കുറയും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭാഗത്തുള്ള മെട്രോൻ്റെ വർക്ക്സ് തുടങ്ങുന്നത് 2018 ആ സമയത്ത് ഞാൻ ബൊമ്മനഹള്ളിയിൽ ഒരു 6 മാസം താമസിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രിയൊക്കെ ഡ്രഞ്ചിങ്ങിൻ്റെ സൗണ്ടാണ് ഫുള്ള്, ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ കുഡ്ലു ഗേറ്റ് എത്തിയിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പോഴേക്ക് രേവന്ത് വരുന്നുണ്ടാവും. അങ്ങനെ രേവന്ത് എത്തിയിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ. ഇത് ആരാണ് കാണുന്നത്? രവിയും വൈശാഖും. രവിക്കൊരു ചെറിയ നാണം ക്യാമറയ്ക്ക് മുന്നിൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശ കഴിച്ചിട്ട് നമുക്ക് വണ്ടർലേ പോവാം. മിഷൻ വണ്ടർല ഈസ് ഓൺ. Underground King, Vaishak.
ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്ത് ബിഡാഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടർല ഉള്ളത്. അപ്പോൾ ഒരു ക്യാബ് വിളിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒരു ക്യാബിൽ ആതിരയും ദർശനയും ശ്രീജിത്തും ദിനേശ് ബ്രോ ഒക്കെ കൂടി വരുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലെ 3ാം തവണ വണ്ടർല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ വണ്ടർലയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് ടീഷർട്ട് ഒന്നും വാങ്ങാണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വാങ്ങിയിട്ട് ഉള്ളിൽ കയറാം. ഞങ്ങളിവിടെ വന്ന് മാത്രം ടീഷർട്ട് വാങ്ങുന്നവരാണ്. വണ്ടർല വൈബ്സ് വേറൊരു കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് മുമ്പ് ബുക്ക് ചെയ്തവരാണ്, അവർ ലാസ്റ്റ് എത്തുന്നത്. അപ്പോൾ 11 മണിക്ക് നമുക്ക് ഉള്ളിൽ കയറണം. 10:15 കാരണം ഇപ്പോൾ 10:15 ആയി. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ശരി, ഓക്കെ. രേവന്തും വൈശാഖും വീണ്ടും ചായന്ന് തുടങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും രവി എന്തായാലും ഓരോ കുൽഫി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പിള്ളേർ വരുന്നവരെ സമയം പോണ്ടേ. വണ്ടർലയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറിൻ്റെ വീഗാലാൻഡ് ഗ്രൂപ്പ്, പണ്ട് വീഗാലാൻഡ് എന്നായിരുന്നു പേര്, ഇപ്പോൾ വണ്ടർല. ഇവർക്ക് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരും ഉണ്ട്, അതുപോലെ ഹൈദരാബാദും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റൈഡുകളുള്ളത് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ബർത്ത്ഡേ മന്ത് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു കേട്ടോ. അത് നൈസാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജൂണിൽ വന്നാൽ മതിയായിരുന്നു. ജൂണിലാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളൊരു ടീമായിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ അതിനിടയിൽ ഞാൻ ഡ്രസ്സ് മാറ്റി കേട്ടോ, കാരണം നമ്മളോട് നൈലോൺ ഡ്രസ്സ് വേണമല്ലോ ഇടാൻ. ഇപ്പോൾ ഇവിടുന്ന് അത് പർച്ചേസ് ചെയ്തു. അങ്ങനെ റെഡി ആയിട്ടുണ്ട് റൈഡിലൊക്കെ കയറാനായിട്ട്. 10:45 ഇവിടെ കയറാൻ പോണേ. ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ എത്രത്തോളം കാഴ്ചകൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫുൾ ടീം റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആദ്യം ലാൻഡ് റൈഡ്സിലാണ് കയറാൻ പോകുന്നത്, പിന്നെ വാട്ടർ റൈഡ്സിൽ. അപ്പോൾ ഞാൻ ഫോണ് എന്തായാലും ലോക്കറിൽ വെക്കാൻ പോവുകയാണ്. റിസ്ക് എടുക്കണില്ല. ആൾക്കാർ കവറൊക്കെ ഇട്ടിട്ട് എടുക്കണൊക്കെ ഉണ്ട് വീഡിയോസ്, പക്ഷേ എനിക്കെന്തോ അത്ര സേഫായി തോന്നിയില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഫ്രണ്ട്സ് 11 മണിക്ക് രാവിലെ കയറിയതാണ് ഉള്ളിൽ. അപ്പോൾ ഫോണ് അലമാറിൻ്റെ ഉള്ളിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. ഒരുവിധപ്പെട്ട എല്ലാ വാട്ടർ റൈഡിലും അതുപോലെ തന്നെ ഡ്രൈ റൈഡിലും കയറി അടിപൊളി നമ്മുടെ ടീമിനോടൊപ്പം. ഞാൻ ഇതുവരെ വണ്ടർലയിൽ ഒരു 3ാം തവണ വരുന്നത്. 3ാം തവണയിൽ ഏറ്റവും കൂടുതൽ തവണ റൈഡുകളിൽ കയറിയത് ഇന്നാണ്. ചിലതിനൊന്നും ഞാൻ കയറിയില്ല, ഇവനൊക്കെ എല്ലാത്തിനും കയറിയിട്ടുണ്ട്. ഈ 9ാം തവണയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെയൊക്കെയാണ്. എനിക്കൊന്ന് തേടി പിടിച്ച് ഇവിടെ ഒരു ചെറിയ ഒരു DJ പാർട്ടി ഉണ്ട്, അതും കൂടി കണ്ട് അതിനുശേഷം നമുക്ക് ബാംഗ്ലൂർ റൂമിലേക്ക് തിരിച്ചു പോകാം. എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരണോണ്ട് ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ പാട്ടുണ്ട്. പക്ഷെ മലയാളത്തിലെ പാട്ട് മാത്രമല്ലല്ലോ. എന്താ അല്ലേ. അപ്പോൾ വണ്ടർലയിലെ ജയൻറ്റ് വീലാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ രാവിലെ അവിടെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹോളി വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഹോളി സെലിബ്രേഷനും നടന്നായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹോളി സെലിബ്രേഷൻ നാളെയാണ്. അത് നമ്മളൊരു അടിപൊളി സ്പോട്ടിൽ പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് കാണാം. അപ്പം നമ്മുടെ കുറച്ച് റൈഡിന് പോയപ്പോഴുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വ്യൂ ആണ്. ചില മരങ്ങൾ, അത് മരം ഉണങ്ങിക്കിടക്കുകയാണ്, അതിലിങ്ങനെ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ വണ്ടർല വിസിറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് ബാംഗ്ലൂർ കുഡ്ലു ഗേറ്റിലേക്ക് പോവുകയാണ്. ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ള ബസ്സാണ്. അപ്പോൾ എന്തായാലും കയറി ഇരുന്ന് ഉറങ്ങാൻ കുറച്ച് നേരം. ദ നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ 11 കാലമായി. ബാംഗ്ലൂരിൻ്റെ ഒരുവിധപ്പെട്ട ട്രാഫിക്കൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. ബസ് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി വരുന്നതായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിന്നെയും കുറേ നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഉറങ്ങി. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. മൊബൈലിൽ ചാർജും കുറവായിരുന്നു കാർഡ് കുത്തി വെച്ച്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:30 ബാക്കി എല്ലാവരും അപ്പോഴത്തെ റൂമിലൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാമെന്നേ. അപ്പോൾ വണ്ടർലയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും പറയാമെന്ന് വിചാരിച്ചു. വണ്ടർലയിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഷൂട്ടിങ് നടന്നില്ല, നിങ്ങളിലേക്ക് അധികം വിഷ്വൽസ് എത്തിക്കാൻ പറ്റിയില്ല. റൈഡ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിലാവും ശ്രദ്ധ. അപ്പോൾ റൈഡ് എൻജോയ്മെൻറ്റ് കുറയും. മാത്രമല്ല കുറച്ച് റിസ്ക്കിയാണ് അതിനിടയിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. വാട്ടർ ഗെയിംസ് ആണെങ്കിലും ശരി, വാട്ടർ ഗെയിംസിലൊക്കെ ശരിക്കും ഇന്നലെ ഫുൾ എൻജോയ്മെൻറ്റ് വാട്ടർ ഗെയിംസിലായിരുന്നു. അതുപോലെ വേവ് പൂള്, പിന്നെ ലേസി റൈഡ്, വാട്ടർ റൈഡ്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ആദ്യം പോയത് ലാൻഡ് റൈഡിലാണ്, റീകോയിലും അതുപോലെ തന്നെ റോളർ കോസ്റ്ററും അത്യാവശ്യം പേടി വരുന്ന തന്നെയാണ്. തല കീഴായിട്ട് തിരിയും, കയറിയവർക്ക് അറിയാം. ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ്, പക്ഷേ അത് കുറച്ച് പേടിത്തുള്ളൂ. പിന്നെ ഞാൻ ഇക്കിനോക്സിലും പിന്നെ മാവരിക്കിലും ഞാൻ കയറിയിട്ടില്ല, ബാക്കിയുള്ളവരെ കയറിയിട്ടുള്ളൂ. ആ രണ്ടൊഴിച്ച് ബാക്കി എല്ലാത്തിലും കയറി. പിന്നെ ഏറ്റവും വലിയ ജയൻറ്റ് വീല് ഒരുപാട് മേലെയാണ്, പക്ഷെ അത് മെല്ലെ പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ സമയം പിടിച്ചത് സ്പ്ലാഷാണ്. മറ്റേ ഇങ്ങനെ മേലെ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടടിക്ക് വരുന്ന ഒരു പിക്ക് ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിന് മാത്രം ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരു 1.25 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ബാക്കി എല്ലായിടത്തും നമുക്കധികം വെയിറ്റിംഗ് ടൈം ഉണ്ടായിട്ടില്ല. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ആയിരുന്നില്ല, അതുകൊണ്ട് നോർമൽ എൻട്രി തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. പക്ഷേ ഇതിന് മാത്രം ഒരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് മാത്രം കുറച്ച് ഒരു നഷ്ടം തോന്നി. ബാക്കി എല്ലായിടത്തും നമ്മൾ പെട്ടെന്ന് ചെയ്ത് എല്ലാവരും എൻജോയ് ചെയ്തു. അതാണല്ലോ ഏറ്റവും മുഖ്യം. അതായത് ടീമായിട്ട് പോയതുകൊണ്ടാണ്. പിന്നെ ഇടയിൽ ഉച്ചയ്ക്ക് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. സോ ഓവറോൾ നല്ലൊരു വണ്ടർല എക്സ്പീരിയൻസ് ആണ് ഇത്തവണ കിട്ടിയത് ബാംഗ്ലൂർ വണ്ടർലയിൽ. അപ്പോൾ ഇനിയും ബാംഗ്ലൂർ വണ്ടർല അല്ലെങ്കിൽ കൊച്ചി വണ്ടർലയിലൊക്കെ പോകണമെന്നുണ്ട്. പോകുമ്പോഴെപ്പോഴും ഒരു ടീമായിട്ട് തന്നെ പോവും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ കാഴ്ചകൾ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അനുഭവങ്ങൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അവരൊക്കെ ഇപ്പോൾ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് അവർ ശല്യപ്പെടുത്താത്തത്. അടുത്ത വീഡിയോ കുറച്ചുകൂടി സ്പെഷ്യൽ വീഡിയോ ആണ്, ഹോളി സെലിബ്രേഷൻ. സോ ആ വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരിക്കും ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിൽ നിന്നും സൈനിങ് ഓഫ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി കാണാം.